നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മദ്യം കൊണ്ടുവരുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ കസ്റ്റംസ് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ വിമർശനം. 2 ലിറ്ററിൽ കൂടുതലുള്ള മദ്യം പിടിച്ചെടുക്കാൻ നിർദ്ദേശിക്കുന്ന ഉത്തരവാണ് വിവാദമായത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നതാണ് സർക്കുലർ എന്ന് മുൻ ഉദ്യോഗസ്ഥർ പറയുന്നു. രാജ്യാന്തര വിമാനത്താവളം വഴി കൊണ്ടുവരുന്ന 2 ലിറ്ററിൽ കൂടുതലുള്ള മദ്യം പിടിച്ചെടുക്കാൻ നിർദ്ദേശിച്ച കൊച്ചി കസ്റ്റംസ് കമ്മീഷണറുടെ ഉത്തരവാണ് ഇപ്പോൾ വിവാദമായത്. ബാഗേജ് റൂൾ പ്രകാരമുള്ള 2 ലിറ്ററിൽ കൂടുതൽ വിദേശ മദ്യം നികുതി അടച്ച് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം 2 ലിറ്ററിൽ കൂടുതലുള്ള മദ്യം പിടിച്ചെടുക്കാനാണ് നിർദ്ദേശം. അതേസമയം സർക്കുലറിനെതിരെ മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അധിക ജോലിഭാരം നൽകുന്നതാണ് പുതിയ ഉത്തരവെന്ന് മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ജോർജ് പുല്ലാട്ട് പറഞ്ഞു. കാര്യ നിയമം അനുസരിച്ചാണ് ഇതിങ്ങനെ ഈ ഓർഡർ കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറയുന്നത് ന്യായമല്ല, ഫുളിഷ്നെസ് ആണ്. രണ്ടാമത്, കേരളത്തിലെ 3 എയർപോർട്ടിൽ ഒരിടത്ത് മാത്രമായിട്ടൊരു ഓർഡർ പ്രത്യേകിച്ച് പാസ്സാക്കാൻ കമ്മീഷണർക്ക് അധികാരമില്ലതാനും. കള്ളക്കടത്ത് പിടിക്കേണ്ട ഓഫീസർമാർ ഈ കുപ്പി ബിവറേഴ്സിലെ ജോലിക്കാരെ പോലെ കുപ്പിയും പൊതിഞ്ഞ് കെട്ടി അലമാരി കൊണ്ടുപോയി വെക്കുന്ന പണി യഥാർത്ഥത്തിൽ എന്തൊരു മണ്ടത്തരമാണ്, യൂസ്ലെസ് ആണ്. ഇപ്പോൾ ഈ ഒരാഴ്ചക്കിടയിൽ 1500-ലധികം കുപ്പി നെടുമ്പാശ്ശേരിയിൽ ഈ ഓർഡർ ഇറങ്ങിയ പിന്നെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പിടിച്ചു വെച്ച കുപ്പിയെല്ലാം ബുൾഡോസർ കെട്ടി പൊട്ടിച്ച് കളയണം, അല്ലെ പാറപ്പുറത്തെറിയണം. വെറും ഒരു പാഴ്വേല. പരിധിയിൽ കൂടുതൽ മദ്യം കൊണ്ടുവരുന്നവർക്ക് എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക ലൈസൻസ് ഇല്ലെങ്കിൽ അധികമുള്ള മദ്യം കസ്റ്റംസ് പിടിച്ചെടുക്കുകയും കണ്ടുകെട്ടുകയും ചെയ്യുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ യാത്രക്കാർക്ക് മദ്യം കൊണ്ടുവരാൻ എക്സൈസ് ലൈസൻസ് അനുവദിക്കാറില്ല എന്ന വസ്തുത ചൂണ്ടിക്കാണിച്ച വിമർശനമുയരുന്നുണ്ട്. പിഴയടച്ച് മദ്യം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തെ അബ്കാരി നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് കസ്റ്റംസിന്റെ വാദം. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം സർക്കുലർ പുറത്തിറക്കിയതെന്ന് എയർപോർട്ട് കസ്റ്റംസ് ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുമില്ല. കൈരളി ന്യൂസ്, കൊച്ചി.